പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രതിവചന സങ്കീർത്തനം ധ്യാനിച്ചു തുടങ്ങാം. നമുക്ക് 54-ാമത്തെ സങ്കീർത്തനമാണ്. വായിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും വായിക്കേണ്ടതാണ്. ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ. ഈ ഒരൊറ്റ ചിന്ത മനസ്സിൽ കയറിയാൽ നിങ്ങളുടെ എന്ത് പ്രശ്നത്തെയും നിങ്ങൾ അതിജീവിക്കും. ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ. എന്തൊരു കരുത്താ കിട്ടണമെന്നറിയാവോ? മറ്റുള്ളവർ നമ്മളെ എന്ത് ആരോപണം കൊണ്ട് നേരിടാൻ വന്നാലും, മറ്റുള്ളവർ ശാരീരികമായിട്ട് നമ്മൾ ഉപദ്രവിക്കാൻ വന്നാലും, മറ്റുള്ളവർ നമ്മളെ ഏത് തരത്തിൽ ഇങ്ങനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചാലും എനിക്ക് പ്രശ്നമില്ല. കാരണം നിങ്ങൾ അല്ല എൻ്റെ ബലം, ദൈവമാണ് എൻ്റെ സഹായകൻ. അതെനിക്കൊരിക്കലും നഷ്ടപ്പെടാത്ത കോട്ടയാണ്, എനിക്ക് വലിയ ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തളർന്നു പോയില്ല. 121-ാമത്തെ സങ്കീർത്തനം ഈ രാത്രി കിടക്കുന്നതിന് മുൻപ് നിർബന്ധമായിട്ടും വായിച്ചിട്ട് കിടക്കണം, പറ്റുമെങ്കിൽ ഒരുമിച്ച്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഇത് പറഞ്ഞുകൊണ്ട് ജീവിതത്തെ നേരിട്ട മനുഷ്യരൊന്നും പരാജയപ്പെട്ടിട്ടില്ല, തളർന്ന് വീണിട്ടില്ലെന്നുള്ളതാ സത്യം. കർത്താവാണ് എൻ്റെ സഹായകൻ. ദാവീദ് വന്ന് ഗോലിയാത്തിനെ നേരിടാൻ പോകുന്ന നേരത്ത് നമ്മൾ കാണുന്നുണ്ട് സാവൂൾ രാജാവ് പടച്ചട്ടയൊക്കെ വെച്ചു കൊടുക്കുന്നത്. അവസാനം അതെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞിട്ട്, കാരണം നടക്കാൻ പറ്റണില്ലേ കൊച്ചിനെ, ചെറിയ പയ്യനാണ്, പറയുന്നുണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ് എൻ്റെ ബലം. ഒറ്റ ബലം. അതിൻ്റെ പേരിൽ എടുത്തത് ഒറ്റക്കല്ല് ആ ഒരു മല പോലെ നിൽക്കുന്ന ഗോലിയാത്തിനെ അടിച്ച് താഴെയിടാനായിട്ട്. കാരണം അത് ആ കല്ലിൻ്റെ ബലമല്ല, അതിൻ്റെ പിന്നിൽ നിന്ന് നിയന്ത്രിച്ച കർത്താവിൻ്റെ ബലമാണ്. ദൈവമാണ് എൻ്റെ സഹായകൻ. ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ. എന്നെ സഹായിക്കാനായിട്ട് എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നൊരു ദൈവത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സുവിശേഷം നമ്മളത് കാണുന്നുണ്ട്. അവരെ ഇങ്ങനെ ശിഷ്യന്മാർക്ക് എതിരായിട്ട് ആരോപണങ്ങളുമായിട്ട് ഫരിസേയരും സദുക്കായരൊക്കെ വരുന്നുണ്ട്. വേറൊന്നുമല്ല, വിശന്നപ്പോൾ വയലിൽ നിന്ന് അവരിത്തിരി കതിരുകൾ പറിച്ച് ഒന്ന് തിരുമ്മി ഭക്ഷിച്ചു. ആ നേരത്ത് സാബത്ത് ലംഘിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള ആരോപണവുമായിട്ടാണ് അവൻ്റെ ശിഷ്യന്മാർക്കെതിരായിട്ട് ഈ ഫരിസേയ പ്രമാണികന്മാരൊക്കെ വരണേ. ഒരു ഗുരുവിൻ്റെ ശിഷ്യന്മാർ സാബത്ത് ലംഘിക്കുക. സാബത്ത് എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു, ജീവശ്വാസം പോലെ പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ആരോപണത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവണത്. കർത്താവ് സൃഷ്ടിച്ച സാബത്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഇവർ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് ശിഷ്യന്മാരെ ആരോപണ വിധേയരാക്കി നിർത്തുന്ന സമയത്ത് ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ. കർത്താവ് അവരുടെ ഇങ്ങനെ മുൻപിൽ വന്നവർക്കൊരു കോട്ടയാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദാവീദിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട്, ദാവീദിനും അനുചരന്മാർക്കും വിശന്ന സമയത്ത് എന്താണ് അവൻ ചെയ്തതെന്ന് നിങ്ങൾക്കറിയില്ലേ? അവൻ പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാൻ അനുവാദമുള്ള കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിക്കുകയും അതേസമയം തന്നെ കുറ്റക്കാരനല്ലാതെ നിലനിൽക്കുകയും ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ശിഷ്യന്മാരുടെ ചുറ്റും ഇങ്ങനെ ഒരു സംരക്ഷണ കവചമായിട്ട് നിൽക്കുന്ന കർത്താവിനെ കാണുമ്പോൾ ഈ ഒരു സങ്കീർത്തനത്തിൻ്റെ വചനം നമുക്ക് കൃത്യമായിട്ട് നിറവേറുന്നത് കാണാൻ പറ്റും. ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ. ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ. നമ്മൾ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടാവും മിക്കവാറും. അത് വലിയ കല്ലും മുള്ളുമൊക്കെ ആയിട്ട് ഒരാളെ എറിയുന്ന സമയത്ത് ഈ മനുഷ്യൻ ഇത് ഒന്നും കൊള്ളാതിരിക്കാനായിട്ട് ഇങ്ങനെ കാൽമുട്ടുകൾക്കിടയിലേക്ക് തൻ്റെ തല പൂഴ്ത്തി വെച്ച് ഇങ്ങനെ അത് സഹിക്കാൻ തയ്യാറായി തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ കുറേ നേരമായിട്ടും അയാളുടെ മേത്ത് ഒരു കല്ല് പോലും പതിക്കുന്നില്ല. ഇങ്ങനെ തല ഉയർത്തി നോക്കുന്ന നേരത്ത് കർത്താവ് ഇങ്ങനെ കരം വിരിച്ച് കുരിശിൽ കിടക്കുന്ന അതേ ഒരു രീതിയിൽ കർത്താവ് അയാളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാ കല്ലേറും ഏറ്റെടുത്തുകൊണ്ട്, അയാൾക്ക് നേരെ വരുന്ന എല്ലാ കൂർത്തുമൂർത്ത അമ്പുകളും ഏറ്റെടുത്തുകൊണ്ട്, ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ. ഇത്രയും നാള് നമ്മളിങ്ങനെ അതിജീവിച്ചത് ആ തമ്പുരാൻ ഇങ്ങനെ ഒരു കോട്ടയായി നിന്നതുകൊണ്ടാണെന്നേ. തൻ്റെ മരണം കൊണ്ടാണ് അവൻ നമുക്ക് ചുറ്റും കോട്ട കെട്ടിയതെന്നറിയണം. ആ മരണത്തിനപ്പുറത്തേക്ക്
ഒരു തിന്മയ്ക്കും പ്രവേശനമില്ലാത്ത വിധത്തിൽ അവൻ നമുക്ക് സംരക്ഷണ കവചം തീർത്തതെന്നറിയണം. ദൈവമാണ് എൻ്റെ സഹായകൻ. ഏതൊരു പ്രയാസത്തിൻ്റെ മുൻപിലും ഇങ്ങനെ ഉയർന്നു നിന്ന് പറയാൻ പറ്റണം. ഗോലിയാത്ത് കണക്കെ മല പോലെ നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മുന്നിൽ നിന്ന് പറയണം, എനിക്ക് എൻ്റെ ദൈവമാണ് എൻ്റെ സഹായകനെന്ന്. ആ ഒരു ബലം കിട്ടിയ മനുഷ്യർ ഒരു കാരണവശാലും തളർന്നു പോവില്ല, ഒന്നും അവരെ നിരാശപ്പെടുത്തില്ല. ഇതാ ദൈവമാണ് എൻ്റെ സഹായകനെന്ന് പറഞ്ഞ് ജീവിക്കാനുള്ള ഒരു തെളിച്ചം തരണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുക. മറ്റെന്തൊക്കെയോ കാര്യങ്ങളിലാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ ആശ്രയം വെച്ചുകൊണ്ടിരിക്കുന്നത്. കുടിക്കണത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ വേദന മറക്കാനാണെന്ന് പറയും. സ്റ്റഫ് വലിക്കണത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ സന്തോഷം കിട്ടാനാണെന്ന് പറയും. ഇങ്ങനെ മറ്റ് പല കാര്യങ്ങളിലും ഏർപ്പെടുന്നത് കാണുമ്പോൾ പറയുമെന്ന് എല്ലാം മറക്കാനാണെന്ന് പറയും. കർത്താവിൻ്റെ അടുത്ത് ചെല്ല്, എല്ലാത്തിനും പരിഹാരമുണ്ട്. ഇത് നമ്മൾ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലേ പറഞ്ഞ് പഠിപ്പിക്കാത്തത് കൊണ്ടല്ലേ അവരിങ്ങനെ പല കാര്യങ്ങളിലേക്ക് തെറ്റിപ്പോയത്. എന്നിട്ട് ആശ്വാസം കിട്ടുന്നുണ്ടോ? എന്നിട്ട് സന്തോഷം കിട്ടുന്നുണ്ടോ? എല്ലാം മറക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിലേക്ക് വീണ്ടും വീണ്ടും അവർ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ശരിക്കുള്ള കാര്യത്തിൽ അവരെത്തിച്ചേരാത്തത് കൊണ്ടാണ്. കർത്താവെ, അങ്ങിലെത്തിച്ചേരുന്നത് വരെ എൻ്റെ ആത്മാവ് എത്ര അസ്വസ്ഥമാണ് ആയിരിക്കും. അഗസ്തീനോസ് പുണ്യാളൻ്റെ തിരുനാളൊക്കെ അധികം കാലമായില്ലല്ലോ നമ്മൾ ആഘോഷിച്ചിട്ട്. ഈ മനുഷ്യൻ അലഞ്ഞു നടന്നത്രയും വേറൊരു മനുഷ്യനും സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അലഞ്ഞിട്ടില്ല. എന്നിട്ട് അവസാനം കർത്താവിൽ എത്തിച്ചേരുമ്പോൾ നിത്യനൂതനമായ സൗന്ദര്യമേ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കവിത പോലെ എഴുതി വയ്ക്കുന്ന വാക്കുകളൊക്കെ ഉണ്ട് ഇന്ന് ലോകം പാടിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിൽ എത്തിച്ചേരുന്നത് വരെ നമുക്ക് ഒരിടത്തു നിന്നും ഒരു സപ്പോർട്ട് കിട്ടില്ല, ഒരു ബലം കിട്ടില്ല. കർത്താവാണ് എൻ്റെ സഹായകൻ, വേറെ ആരും അല്ല എന്നുള്ളത് കൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയേണ്ടതാണ്. കർത്താവാണ് എൻ്റെ സഹായകൻ. ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ, വേറെ ആരുമല്ല. കർത്താവെ, അങ്ങാണ് എൻ്റെ സഹായകൻ എന്ന് ഉറച്ചു വിശ്വസിക്കാനും അങ്ങ് മാത്രമാണ് എൻ്റെ സഹായകൻ എന്ന് മറ്റെന്തിൻ്റെ മുൻപിൽ നിന്ന് വിളിച്ചു പറയാനും ഞങ്ങൾക്ക് തെളിച്ചം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നെ തൻ്റെ മരണം കൊണ്ട് പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്ന കർത്താവാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും എന്നൊക്കെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എൻ്റെ കോട്ടയായ, എൻ്റെ രക്ഷാശിലയായ, എൻ്റെ സഹായമായ, എൻ്റെ സംരക്ഷണ കവചമായ ആ കർത്താവിങ്കിലേക്ക് എന്നെയും എന്നെ പ്രിയപ്പെട്ടവരെയും കുഞ്ഞുങ്ങളെ പ്രത്യേകമായും കുടുംബത്തെയും ചേർത്ത് വെച്ചുകൊണ്ട്, ദൈവമേ, അങ്ങായിരിക്കണമേ ഞങ്ങളുടെ സഹായകൻ, മറ്റൊന്നിലേക്കും ഞങ്ങൾ തെറ്റിപ്പോകാൻ ഇടവരരുതേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ സഹായകനായ ആ കർത്താവിൻ്റെ വലിയ സംരക്ഷണത്തിൻ്റെ ആശീർവാദം നമുക്ക് മുട്ടിന്മേൽ നിന്ന് ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 91-ാമത്തെ സങ്കീർത്തനത്തിൽ പലതവണ എല്ലാ ദിവസവും എന്ന കണക്ക് നമ്മൾ ആവർത്തിക്കുന്നതാണ്, എൻ്റെ വലതുവശത്തും ഇടതുവശത്തും എന്ത് നടന്നാലും ഞാൻ കുലുങ്ങുകയില്ല, കാരണം എൻ്റെ കൂടെയുള്ളത് എൻ്റെ കർത്താവാണ്. അതൊക്കെ ഒന്നുകൂടെ ആവർത്തിക്കുക. 121-ാമത്തെ സങ്കീർത്തനം ആദ്യത്തെ വചനങ്ങൾ ഒന്നുകൂടി ഒന്ന് വായിച്ചിട്ട്, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? ആകാശങ്ങളിലേക്ക്, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഇതൊന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് വേണമെന്നുറങ്ങാൻ പോകാൻ. സ്വർഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.